ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചേരാനല്ലൂർ ഫ്രീ എന്നാണ് വീഡിയോ ചെയ്യണത്. നമുക്ക് ദൂരെ സൂം ചെയ്ത് കാണുന്ന വരാപ്പുഴ പള്ളിയാണ്. ഇത് വരാപ്പുഴ പാലം. അപ്പോൾ ചേരാനല്ലൂരും അപ്പുറത്ത് കാണുന്ന മണ്ണന്തുരുത്തും ഇപ്പുറത്ത് കാണുന്നത് ഏലൂർ. ഇങ്ങനത്തെ ഈ 3 കടത്തുകളാണ് ഒരു കാലഘട്ടത്തിൽ ഈ വരാപ്പുഴ, കൊങ്ങൂർപ്പള്ളി, പറവൂർ, കൊടുങ്ങല്ലൂരുകാരൊക്കെ എളുപ്പത്തിൽ എറണാകുളത്തോട് എത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ അറ്റത്ത് കാണുന്ന മണ്ണന്തുരുത്ത് എന്ന ബോട്ട് നേരെ ഏലൂർ വരും. ഏലൂരിൽ നിന്ന് ചേരാനല്ലൂർ, തിരിച്ച് ചേരാനല്ലൂർ നേരെ മണ്ണന്തുരുത്ത്, ഇങ്ങനെയായിരുന്നു പോയിരുന്നത്. 6 മണിക്ക് ഇത് തുടങ്ങും, വൈകുന്നേരം 8:30. പിന്നെ ചിലപ്പോൾ കമ്പനി ജോലിക്കാരുണ്ടെങ്കിൽ 10 മണിക്കൊരു ട്രിപ്പ് കൂടി ഉണ്ടാവും. അപ്പോൾ 99 ഏപ്രിലാണ് ഭഗീരഥക്കാർ ഈ വരാപ്പുഴ ബ്രിഡ്ജ് പണിത് അത് PWD ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത്. അതിനുശേഷം ഈ ചങ്ങാടം വളരെ ചെറിയൊരു ചങ്ങാടമായി. അപ്പോൾ ഇപ്പോൾ ഈ ചങ്ങാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അല്ലെങ്കിൽ 2 ആളൊക്കെ ഉള്ളൂ. ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു 2 ബൈക്കും 2-3 സൈക്കിളോ മാത്രമേ നമുക്ക് ഇതിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാറൊക്കെ ഇന്നെല്ലാം തന്നെ ഒന്നെങ്കിൽ ഏലൂർ വഴി കറങ്ങിപ്പോകണം, അല്ലെങ്കിൽ വരാപ്പുഴ എടപ്പള്ളിയിൽ നിന്ന് വരാപ്പുഴ പാലം വഴി പോകേണ്ടി വരും. പണ്ട് ഒരു 4-5 കാറ്, 1-2 ഓട്ടോറിക്ഷ, 10-20 ബൈക്ക്, അങ്ങനത്തെ വലിയൊരു ചങ്ങാടമായിരുന്നു. അന്ന് പോയ ആൾക്കാർക്കറിയാം, ബസ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഓടി ചങ്ങാടത്തിൽ കയറി അപ്പുറത്തപ്പോൾ ചേരാനൊരു ബസ് കിടപ്പുണ്ടാവും, അതിൽ കയറിയാണ് പോയിരുന്നത്. കടുത്ത് വന്നെങ്കിലും ഈ ചേരാനൊരു ബസ് ഒന്നും തന്നെ പറവൂർക്ക് വന്നിട്ടില്ല. അവരിപ്പോഴും ചേരാനെല്ലൂർ എന്നും പറയാൻ ഓടുന്നത്. ഇത് കറക്റ്റ് 1 കിലോമീറ്ററാണ് ഈ പാലത്തിൻ്റെ ദൈർഘ്യം. അപ്പോൾ ഇപ്പോൾ ഈ ഫെറീനെ പറ്റിയൊക്കെ അറിയാവുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. ഇപ്പോഴത്തെ ഫെറി എന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വ്യക്തിയാണ് അത് ഓടിക്കുന്നത്. പുള്ളിയാണ് ബൈക്ക് കയറ്റി വെക്കുന്നതും ബൈക്ക് ഇറക്കുന്നതും. അപ്പോൾ നമ്മൾ ഏലൂരിൽ നിന്ന് ചേരാനല്ലൂർക്ക് പോകുമ്പോൾ അങ്ങോട്ട് പോകും, അതല്ല മണ്ണന്തുരത്തിലോട്ട് അങ്ങോട്ട് പുള്ളി പോകും. 9 മണി വരെ ആൾ ഓടുന്നുണ്ട്. ഇതിപ്പോൾ മെട്രോൻ്റെ വാട്ടർ മെട്രോ ഏലൂരും ചേരാനല്ലൂരും വന്നിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരം മാത്രമേ ട്രിപ്പുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫെറിയാണ് ഈ കാണുന്നത്. ഇപ്പോഴും വളരെ ശാന്തമാണ്, തിരക്കില്ല. ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വള്ളങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ FACTക്ക് പോകുന്ന, സൾഫർ കയറ്റി പോകുന്ന വലിയ ബാർജൻ. പക്ഷേ ഒരു കാലഘട്ടത്തിന് ഈ ബോട്ടിന് പകരമായിട്ട് വലിയ ബോട്ടും വലിയ ചങ്ങാടവും ഉണ്ടായിരുന്നു. ഫുൾ ടൈം തിരക്കായിരുന്നു. ഈ ഇവിടെയുള്ള കടകളുണ്ടായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ബോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ സർബത്തോ സിഗരറ്റോ കപ്പലിൻ്റെ ഒക്കെ വാങ്ങണ പിന്നെ 2-3 കടകളുണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം നിന്നുപോയി. എന്നാൽ ഇതൊരു വളരെ പ്രത്യേകതയുള്ളൊരു യാത്രയാണ്, നമ്മൾ മാത്രമുള്ളൊരു ഫെറി. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ തിരക്ക് ഇല്ലാണ്ട് പോകുന്ന സമയത്താണെങ്കിൽ ബൈക്കിൽ, കാറ് പറ്റില്ല, ആണെങ്കിൽ നമുക്ക് വരാപ്പുഴ പാലം കയറുന്നതിന് മുമ്പ് ഈ മണ്ണന്തുരുത്ത് ഫെറിക്കുള്ള വഴിയുണ്ട്, ബൈക്കിന് പോയാൽ അവിടെ നിന്ന് കയറാം. ഏലൂർ ഉള്ള ആൾക്കാർക്ക് ഏലൂരിൽ നിന്ന് വരാം. ചേരാനെല്ലൂരിൽ നിന്നാണെങ്കിൽ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി ഫെറിയിലോട്ട് എത്താം. ഈ വഴി പോയ ആൾക്കാർക്ക് ആ അന്നത്തെ യാത്രയും ഈ ബൈക്കിലൊക്കെ പോകുമ്പോൾ ശരിക്കും നമ്മൾ ഇടിച്ചൊക്കെയാണ് കയറിയിരുന്നത്. കാരണം ഒരു ബോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് പോകും. കാരണം ഇത് 2 സ്ഥലത്തും കറങ്ങി ആൾക്കാരെ ഇറക്കി ബൈക്ക് ഇറക്കി തിരിച്ചു വരണമല്ലോ. അപ്പോൾ ആ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് ഷെയർ ചെയ്താണ്. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ.